എനിക്ക് കയറണം എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നല്ലോ ആരും ഇത് പറഞ്ഞ് വന്നോ എന്ന് കരുതി. അത്രയും സ്നേഹത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സീനാദേവി കുഞ്ഞമ്മ ആണ് വരുന്നത്. വന്ന് അപ്പം ഞാനിങ്ങനെ ഇരിക്കുക ലോക്കപ്പിനകത്ത്. ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രാഹുലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. വീണ്ടും രാജൻ ജോസഫ് അറസ്റ്റിലായിട്ടുണ്ട്. സീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജൻ ജോസഫ് സീനാദേവി കുഞ്ഞമ്മയെ വീണ്ടും മോശകരമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു എന്നതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അറസ്റ്റിലായിട്ടുള്ളത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. കട്ടക്കലിപ്പിലാണ് വന്നിട്ടുള്ളത്. ഞാനൊരു പോസ്റ്റ് ഇവിടെ പങ്കുവയ്ക്കാം. ഓക്കെ, അതിനുമുമ്പ് സീനാദേവി കുഞ്ഞുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പം രാജൻ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം സീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ രാജൻ ജോസഫിനെ പോലീസ് പിടിക്കുന്നു, പിന്നെ ജാമ്യത്തിൽ വരുന്നു, പിന്നെ വീണ്ടും ഇത് തന്നെയല്ലേ, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവൂലെന്ന് പറയുമല്ലോ, അതേ അവസ്ഥയാണ്. എന്താണ് ഭായി നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒരു വട്ടം നിങ്ങൾക്ക് ഇത് കിട്ടിയാണല്ലോ, വാണിംഗ് കിട്ടിയാണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് വീണ്ടും വന്നിരുന്ന ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഈ മോശമായിട്ടുള്ള അശ്ലീല വാക്കുകളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവിഹിതങ്ങളൊക്കെ വീണ്ടും പടച്ചു വിടുന്ന ആ ഒരു രീതിയിലാണ് ഇങ്ങനെ വീണ്ടും വന്നിട്ട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സീനാദേവി കുഞ്ഞമ്മ കേസ് കൊടുത്തു. വീണ്ടും പുള്ളിയെ പൊക്കി. സീനാദേവി കുഞ്ഞമ്മ എന്തായാലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാനിവിടെ വായിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സീനാദേവി കുഞ്ഞമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അതുപോലെ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആത്മാർത്ഥമായിട്ട് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ സീനാദേവി കുഞ്ഞമ്മ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ രാജൻ ജോസഫ് ഹാപ്പി ജയിൽ ജീവിതം, പോയി ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ വാ. എടോ സാമ്പത്തിക തട്ടിപ്പുകാരൻ സിബി, എന്നിട്ട് പുള്ളിയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഞാൻ വയ്ക്കുന്നില്ല. എൻ്റെ നമ്പറിലെ ഫോണൊക്കെ ഓഫ് ചെയ്ത് എവിടെ പോയിരിക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വായിക്കാം, നമ്പറും കൂടെ വായിക്കാം. എടോ സാമ്പത്തിക തട്ടിപ്പുകാരൻ സിബി, 9207801978 എന്ന നമ്പറിലെ ഫോൺ ഒക്കെ ഓഫ് ചെയ്ത് എവിടെ പോയിരിക്കുകയാണ്. ഒരു ചർച്ച നടത്തി അശ്ലീലം പറയണ്ടേ? എന്താണല്ലേ ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് നിരന്തരം ഇങ്ങനെ അശ്ലീലം പറയേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും കാണുന്ന ആ ഒരു വ്യക്തി, ആ ഒരു പ്രവർത്തകയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പബ്ലിക്കിൽ നടക്കുന്നത്, ഇപ്പം സാധാരണ വിമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളും എടുത്തൊരു സംഭവത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നിരന്തരം വന്നിരുന്നിട്ട് ഇങ്ങനെ, അതും അശ്ലീലങ്ങൾ ഓരോ ആളുകളെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും രാജൻ ജോസഫിനെ പോലീസ് മുക്കിയിട്ടുണ്ട്. ഇങ്ങാരൊക്കെ സത്യത്തിൽ വെളിവും ബോധമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ പണി ചെയ്യൂ. ഓക്കെ, എന്തായാലും പുള്ളി കിടക്കുന്നൊരു ഫോട്ടോയും തൊട്ടപ്പുറത്തൊരു പട്ടിക്കുട്ടിയും നിൽക്കുന്ന രണ്ടും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ഫോട്ടോയും കൂടെ സീനാദേവി പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മറുനാടൻ സയൻസ് സെക്രട്ടറി ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഈ രാജൻ ജോസഫിൻ്റെ ഓഡിയോ, സീനാദേവിയെ പറ്റിയിട്ട് പറയുന്നൊരു ഓഡിയോയും കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അതും കൂടെ ഇവിടെ ഒന്ന് വെച്ച് തരാം. എന്തായാലും മറുനാടൻ സയൻസ് സെക്രട്ടറി ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. തുടങ്ങിയ വളരെ മോശം കമൻറ്റുകൾ ഇട്ടതിന് പുറത്താണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ആ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചു. ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ജാമ്യമെടുത്ത് പുറത്തു വന്ന ഉടൻ തന്നെ അയാൾ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യം അയാൾ ഒരു ചാനലിൽ പോയിരുന്നുകൊണ്ട് ശ്രീനാദേവി തന്നെ കാണാമെന്നും ശ്രീനാദേവി മോശക്കാരിയാണ് എന്ന തരത്തിൽ പ്രഖ്യാപനം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയറണം എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നല്ലോ ആരും ഇത് പറഞ്ഞ് വന്നോ എന്ന് കരുതി. അത്രയും സ്നേഹത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സീനാദേവി കുഞ്ഞമ്മ ആണ് വരുന്നത്. വന്ന് അപ്പം ഞാനിങ്ങനെ ഇരിക്കുക ലോക്കപ്പിനകത്ത്. ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രാഹുലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ രാത്രി ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നെ എന്നോട് ചോദിച്ചു, ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖം എന്ന് പറഞ്ഞു. അല്ല, സുഖം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, പിന്നെ അത് അപ്പം പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അയാളൊരു പോസ്റ്റ് ഇടുകയാണ്. നിയമബോധം അല്പമെങ്കിലും ഉള്ളവർ ചെയ്യാത്ത ഒരു വൃത്തികേട്. ജാമ്യത്തിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ എഴുതുന്നു: അടൂരിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞമ്പാണ്ടിയുടെ സ്വകാര്യ സ്വത്തെന്ന് അവർ വിശ്വസിക്കുകയും എന്നാൽ അതൊരു പൊതുസ്വത്താണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതുമായ രാഹുലേട്ടൻ നേരിൽ കണ്ടപ്പോൾ ഭയന്ന് ഹൃദയാഘാതം സംഭവിച്ച രാജൻ ജോസഫ് മൃതദേഹം പ്രത്യേക വാഹനത്തിൽ നിലമ്പൂരിലെത്തിച്ചപ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു ചിത്രം ഇട്ടോട്ട് പറഞ്ഞു, ആൻറ്റിയും കുറേ കാലം പൊതുസ്വത്ത് തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ക്രഷ് മൂത്ത് ഭ്രാന്താൻ നിൽക്കുകയാണ്. സംശയമുള്ളവർക്ക് ആ നാട്ടുകാരോട് നേരിട്ട് അന്വേഷിക്കാം. നോക്കൂ, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന പൊതുപ്രവർത്തകയെക്കുറിച്ച്
അവർ പൊതുസ്വത്തായിരുന്നു, മോശക്കാരിയായിരുന്നു, പോസ്റ്റ് ഇടുകയാണ്. അവിടെയും അവസാനിച്ചില്ല. ഇത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയതാണ്. അതിന് മുമ്പ് ഇങ്ങനെ എഴുതി: അടൂരിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മാൻ്റിയുടെ സ്വകാര്യ സ്വത്തെന്ന് അവർ വിശ്വസിക്കുകയും എന്നാൽ അതൊരു പൊതു ആൺവേശിയാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള മാങ്ങാണ്ടി രാഹുലേട്ടനെയും മാങ്ങാണ്ടിയുടെ കൂട്ടിക്കൊടുപ്പുകാരൻ പന്നിനൈനാനെയും നേരിൽ കണ്ടപ്പോൾ ഭയന്ന് ഹൃദയാഘാതം സംഭവിച്ച രാജൻ ജോസഫിന് മൃതദേഹം പ്രത്യേക വാഹനത്തിൽ നിലമ്പൂരിൽ എത്തിച്ചപ്പോൾ. ഇതായിരുന്നു അയാളുടെ ആദ്യത്തെ പോസ്റ്റ്. ഓർക്കണം, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഒരു കുറ്റം. അവസാനം പറഞ്ഞു, അവിവാഹിത എന്ന് അവകാശപ്പെടുന്ന ആൻറ്റിയും കുറേ കാലം എബിൻ കുര്യാക്കോസ് തൊട്ട് പലരുടെയും പൊതുസ്വത്ത് തന്നെയായിരുന്നു. നോക്കൂ, ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്, ഒരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ക്രഷ് മൂത്ത് ഭ്രാന്താൻ നിൽക്കുകയാണ്. സംശയമുള്ളവർക്ക് നാട്ടുകാർക്ക് നേരിട്ട് ചോദിക്കാം. ആദരാഞ്ജലികൾ. നോക്കുക, ഇതാണ് എഡിറ്റ് ചെയ്ത് അങ്ങനെയാക്കിയത്. ഇപ്പോൾ ഇത് രണ്ടും പിൻവലിച്ചോടി. ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. ഒരു സ്ത്രീ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീത്വത്തെ മാത്രമല്ല, ആ സ്ത്രീക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നു. ഇവിടെയൊന്നും അവസാനിപ്പിക്കുന്നില്ല. രാജൻ ജോസഫിൻ്റെ ഒരു പോസ്റ്റിന് കമൻറ്റ്: മാങ്ങാണ്ടിയുടെ കുഞ്ഞമ്മയെ വെറുതെ വിടണം, ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. ഏതൊരു ബാബു കേസ് ഇട്ടിരിക്കുന്ന കമൻ്റാണ്. അതിന് രാജൻ്റെ മറുപടി: അതൊരു പൊതു കിണറാണ്. ഒരു സ്ത്രീയെ, അതും ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. എന്തൊരു വൃത്തികേടാണല്ലേ! എന്തൊരു വൃത്തികേടാണ് ഇയാൾ വന്നിരുന്ന ഒരു സ്ത്രീയെ പറ്റി. അതും ഒരു പൊതുപ്രവർത്തകയാണ്. പുള്ളിക്കാരിയെ നെഗറ്റീവ് ആക്കാനെ കൊണ്ടായിരിക്കും അങ്ങനെ നിരന്തരം വന്നിരുന്നിട്ട് സംസാരിക്കുന്നത്. പക്ഷേ അതൊക്കെ പുള്ളിക്കാരിക്ക് പോസിറ്റീവ് ആവുന്നേ ഉള്ളൂ. ഒരാൾ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് പുള്ളിക്കാരിക്ക് ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. ഒരു തെളിവും ഇല്ലാതെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇത്രയും അസഭ്യം, ഇത്രയും ഈ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? എന്തായാലും ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കൊരു വാണിംഗ് കിട്ടിയാണ്. പുള്ളിയെ ഒരു വട്ടം പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു വട്ടം കേസ് എടുത്ത് അതിന് ശേഷം പിന്നെയും വിട്ടയച്ചു. പിന്നെയും വന്നിരുന്ന് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലെങ്കിലും അറസ്റ്റ് ചെയ്ത് പരാതി കൊടുത്തതിൻ്റെ ഒരു പകയുണ്ടല്ലോ. പരാതി കൊടുത്തതിനാണ് ആ സ്ത്രീയെ പറ്റിയിട്ട്, ശ്രീനാദേവി കുഞ്ഞമ്മയെ പറ്റിയിട്ട് ഇതുപോലെ ചാനലിൻ്റെ മുമ്പിൽ കയറി നിന്നിട്ട് മോശമായിട്ടുള്ള അശ്ലീലങ്ങളും അവിഹിതങ്ങളും പടച്ചു വിട്ടോണ്ടല്ലേ അവർ പരാതി കൊടുത്തത്. അത് ആരായാലും ചെയ്യും. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു മറുനാടൻ സായൻ സെക്രട്ടറിയുടെ ഒന്നുകൂടെ വെച്ചുതരാം, ഒരു വീഡിയോ കൂടെ വെച്ചുതരാം. ഈയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വൃത്തികേടാണിത്. എന്നിട്ട് ഇവരെ ഒരു ചർച്ച നടത്തി. കുമാരിയോ ശ്രീമതിയോ ഡിവോഴ്സ്ഡ് ആണോ? അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ കുമാരിയാണോ അതോ വിവാഹിതയാണോ അതോ ഡിവോഴ്സ്ഡ്? ഇവരുടെ വിഷയമാണോ ഇതാണെങ്കിൽ തന്നെ? എന്നിട്ട് എന്തെല്ലാം അശ്ലീല കഥകളാണെന്നറിയാം ചർച്ച പറയുന്നത്. ഇതിൻ്റെ പേരിൽ കേസെടുത്തിട്ട് പിന്നെ അയ്യോ VD സതീശൻ പോലീസ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇവിടെ അന്തസ്സായി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റണം. പൊളിറ്റിക്കൽ വിമർശനത്തിൻ്റെ പേരിൽ കേസെടുക്കുന്നത് പോലെ അല്ല. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തി ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ സ്ത്രീകൾ എങ്ങനെ സുരക്ഷിതരാവും? അത് മറുനാടനെതിരെ എടുത്ത കേസുമായി കൂട്ടിക്കഴിക്കരുത്. ഒരു സ്ത്രീയുടെയും അന്തസ്സിനെ നമ്മൾ ഇടിച്ചു താഴ്ത്തും. ഒരു സ്ത്രീയും വേശ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സ്ത്രീയുടെയും സ്വകാര്യ ജീവിതം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വിമർശിക്കാറുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയ വിമർശനമാണ്, അല്ലാതൊരു വിമർശനമല്ല. പുതിയ കേസിന്റെ FIR ഞാൻ പ്രേക്ഷകരെ കാണിക്കും. അതിൽ ഇങ്ങനെ പറയുന്നു: പ്രതികൾ തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ആവലാതിക്കാരിക്കെതിരെ വീഡിയോയും പോസ്റ്റുകളും ഇട്ട് ആവലാതിക്കാരിയെ അപകീർത്തിപ്പെടുത്തി ആവലാതിക്കാരിക്ക് മാനഹാനിയും മനോവിഷവും വരുത്തുന്നതിന് ബന്ധപ്പെട്ട് ആവലാതിക്കാരി പ്രതികൾക്കെതിരെ കേസ് കൊടുത്തിരുന്ന വിധത്തിൽ വീണ്ടും പ്രതികൾക്ക് ആവലാതിക്കാരിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തി മാനഹാനിയും മനോവിഷമവും വരുത്തുന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 12/07/2014 വരെയുള്ള ദിവസത്തിന്റെ 5-ാം പ്രതിയുടെ പോസ്റ്റ് ചെയ്ത് 1-ാം പ്രതി നൽകിയ ഇന്റർവ്യൂവിൽ 1-ാം പ്രതി ആവലാതിയെക്കുറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ അവിടെ നിന്ന് വന്ന് തന്നെ ചേട്ടന് സുഖമല്ല എന്ന ആ കഥയൊക്കെ പറഞ്ഞു. ഇതാണ് FIR ഇട്ടിരിക്കുന്നത്. ജാമ്യയില വകുപ്പ് അനുസരിച്ച് ഭാരതീയ നിയമസംഹിതയിൽ 79(3)(5) 2 വകുപ്പും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 67 ചുമത്തിയിട്ടുണ്ട്. ITI പോലീസ് ആക്ട് ഇവിടെ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമാണോ? VD സതീശനെ കുറിച്ച്, KC വേണുഗോപാലിനെ കുറിച്ച്, ഷാഫി പറമ്പലിനെ കുറിച്ചൊക്കെ വായി തോന്നി വിളിച്ചു പറയുക. എളമരം കരീമും മുഹമ്മദ് റിയാസും സ്വവർഗ പങ്കാളികളാണെന്ന് വിളിച്ചു പറയുക. PP ദിവ്യയെ കുറിച്ച് എന്തായാലും സായൻ സെക്രട്ടറി പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. കാരണം വിമർശനങ്ങളാവാം, പക്ഷേ ഇതുപോലുള്ള വിമർശനങ്ങൾ ഇതുപോലുള്ള ഈ രീതിയിൽ ഒരു അശ്ലീലങ്ങൾ പടച്ചു വിട്ടിട്ട് ആയിരിക്കരുത്. പൊളിറ്റിക്കലായിട്ടൊക്കെ സംസാരിക്കാം, പക്ഷേ ഇതുപോലെ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ മോശവാക്കുകളും അതൊക്കെ നിരന്തരം ഇങ്ങനെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ അവിഹിതം പോലുള്ള കൊണ്ടിട്ടിട്ട് ആ ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, എന്തായാലും ഇത് ഇനി ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. പുള്ളി ഇട്ടേക്കുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ
തിരിച്ചിരിക്കുന്ന അന്തം കമ്മികളോടും കമ്മി മാധ്യമ പ്രവർത്തകരോടും പറയട്ടെ. ഈ ചിത്രത്തിൽ കാണുന്ന തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ഗുണ്ടയടക്കമുള്ള 10-20 എണ്ണം കഴിഞ്ഞ 46 ദിവസമായി ജയിലിലാണ്. വിജയൻ്റെ പാർട്ടി മെമ്പർ പോലുമല്ലാത്ത മകൾ ഒരു വിവാദ വ്യവസായിയുടെ കയ്യിൽ നിന്ന് അവിഹിതമായി പണം കൈപ്പറ്റിയതിന് ED ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഇഷ്ടിക എറിഞ്ഞ് ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇവർ ജയിലിൽ കഴിയുന്നത്. ഈ വ്യവസായി അടക്കമുള്ള പലരിൽ നിന്നും ഇഷ്ടം പോലെ പണം സമ്പാദിച്ച വീണ നല്ല ഭക്ഷണവും വിശ്രമവുമൊക്കെയായി സുഖജീവിതം നയിക്കുമ്പോൾ ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരികയാണ് പാർട്ടി പ്രവർത്തകർക്ക്. എന്തിനു വേണ്ടിയാണ് ജയിലിൽ പോയതെന്ന് പോലും ഈ അക്രമിക്കൂട്ടത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പാർട്ടി ബന്ധത്തിൻ്റെ ഊഷ്മളതയെപ്പറ്റി ക്ലാസ് എടുക്കുന്ന ഈ മഹാത്മാക്കളോട് ചോദിക്കട്ടെ, വിജയൻ്റെ മോളുടെ പേരിൽ ജയിലിൽ പോയ ഈ പാർട്ടി പ്രവർത്തകരെ ഇതുവരെ ജയിലിൽ പോയി കാണാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയൻ തയ്യാറായിട്ടുണ്ടോ? വിജയൻ്റെ കീഴ്വായുവിന് വരെ വിളി കേൾക്കുന്ന ഗോവിന്ദൻ ഇതുവരെ വരെ കാണാൻ പോയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഇവരെ കാണാൻ ഇതുവരെ പോയിട്ടുണ്ടോ? ആളെ കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ട് ജയിലിൽ കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഞങ്ങളെ എന്തായാലും ഉപദേശിക്കാൻ വരേണ്ട. ഈ ഉപദേശിക്കാൻ വരുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട്. വർമ്മ സാറേ, അല്ലേൽ വേണ്ട, പോയി വിജയൻ മുതലാളിയോട് പറഞ്ഞു കൊടുത്താൽ മതിയാകും ഈ ഉപദേശമൊക്കെ. ഈ ഉപദേശിക്കാൻ വരുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട്. വർമ്മ സാറേ, അല്ലേൽ വേണ്ട, പോയി വിജയൻ മുതലാളിയോട് പറഞ്ഞു കൊടുത്താൽ മതിയാകും ഈ ഉപദേശമൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ഫോട്ടോയും കൂടെ പുള്ളി പങ്കുവയ്ക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ്. വീണ്ടും രാജൻ ജോസഫിന് പണി കിട്ടിയിരിക്കുവാണ്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചോദിച്ച് മേടിക്കുവാണ്. ഞാൻ ഒരിക്കലും നന്നാവത്തില്ല എന്നുള്ളൊരു മട്ടിൽ അവരെ വഴിക്ക് വിട്ടാൽ പോരെ. എന്തിനാണ് ചുമ്മാ ഈ വള്ളിക്കേസ് അങ്ങോട്ട് പോയി വള്ളി പിടിച്ച് വെറുതെ പണി മേടിച്ച് കൂട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് രാജൻ ജോസഫിനോട്. ഓക്കെ, എന്തായാലും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ സീനാദേവിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. സീനാദേവിയാണോ ശരി, അല്ലെങ്കിൽ രാജൻ ജോസഫാണോ ശരി എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.